ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തിരുവനന്തപുരം പോവാണ് കേട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് തിരുവനന്തപുരം പോവാണ്. നമ്മൾ പോകുമ്പം ഫുൾ ഫാമിലി ആയിട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരാളില്ല കേട്ടോ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന ചേച്ചി, എൻ്റെ രണ്ടാമത്തെ ചേച്ചി ബഹ്റിൻ പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രേസൻ്റെ വണ്ടിയിൽ നമ്മൾ തിരുവനന്തപുരം പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്, പപ്പയുണ്ട്, ഞാനുണ്ട്, രണ്ട് ചേച്ചിമാർ, ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങൾ ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇതിനകത്ത് ഇല്ലാത്തത് ചിന്നിമോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മൂത്ത ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞാണുള്ളത്, ജോക്കുട്ടൻ. എനിക്ക് ആദി, മോനുവിന് അച്ചുക്കൂട്ടനും ചിന്നിമോളും ഉണ്ട്. ചിന്നിമോൾ പാലക്കാടാണ് കേട്ടോ. അപ്പം ചേച്ചി ബഹ്റിൻ പോകുന്നതായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നത്. ഞങ്ങളത് കഴിഞ്ഞിട്ട് രാവിലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ആരും ഫുഡ് കഴിക്കാതെ ആട്ടോ ഇറങ്ങിയത്. നമുക്കവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കവിടെ ചെല്ലണം. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. പിന്നെ ഞാൻ കഴിച്ചത് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. ആദ്യം അത് തന്നെയാണ് കഴിച്ചത്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആദിക്കും കൊടുത്ത് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരുവനന്തപുരം എത്തി. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ രസകരമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ആയിട്ടൊന്നും തന്നെ എടുത്തില്ല. കാരണം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ ബോറടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ടി വി എം എത്തിയിട്ട് അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മളവിടെ ഇറങ്ങാറാവുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുകയാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയധികം ഒന്നുമില്ല, ജസ്റ്റ് ഒരു പൗഡർ ഇടുന്നു, ഐലൈനർ പോയതൊന്ന് എഴുതുന്നു, അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ അത് തന്നെ ധാരാളം. പിന്നെ ഭംഗിയുള്ള കോലം കാരണവന്മാരായിട്ട് തന്നതുകൊണ്ട് വലിയ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ലായിരുന്നു. എന്നാലും ചെറിയൊരു പൗഡറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിന്നു. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് പോകാൻ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഇതായിരിക്കാം എനിക്കാണെങ്കിലും എല്ലാവർക്കും. പിന്നെ ചേച്ചി പോവാണ്. 2 കുഞ്ഞു മക്കളാണ് കേട്ടോ. ഒന്ന് 3.5 വയസ്സും ഒരാൾക്ക് 1.5 വയസ്സും ആവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 പേരെയും വിട്ടേച്ച് അമ്മയുടെ അടുത്തിരിക്കുന്നതാണ് അച്ചുകൂട്ടൻ. അമ്മയുടെയും പപ്പയുടെയും കയ്യിലാണ് അച്ചുകൂട്ടനുള്ളത്. ചിന്നമോൾ പാലക്കാടാണ് കേട്ടോ, ചേട്ടായിയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. ആദ്യപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു കൂടുതലും. കാരണം ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആദ്യയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വരികയില്ലായിരുന്നു. കാരണം ആദ്യം ചേട്ടായി ഉണ്ടെങ്കിൽ അച്ഛമ്മോനാണ്, ചേട്ടായിയുടെ കൂടെ തന്നെ നിൽക്കും. ഇത് ഞാനും ചേട്ടായിയോ അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തവൻ അങ്ങനെ പോവില്ല. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടുജീവിത സിനിമയൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയമല്ലേ. അവിടെ ചെന്നിട്ട് ഇപ്പം വിദേശത്ത് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ടെൻഷനാണ്. പിന്നെന്താ, കുഴപ്പമില്ല. പപ്പയും നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അമ്മ കരഞ്ഞ് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അമ്മയാണേലും പപ്പ പിന്നെ പുറത്തോട്ടധികം കാണിച്ചില്ലെങ്കിലും പപ്പയ്ക്ക് നല്ല ടെൻഷനുണ്ട്, വിഷമമുണ്ട്. ചേച്ചി പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. എന്താ പറയുക, നല്ല വിഷമം ഉണ്ടായിരുന്നു. സാരമില്ല, സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അതങ്ങനെ അഡ്ജസ്റ്റായി അങ്ങ് പോവുകയാണ്. അച്ചുക്കുട്ടനെ കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അച്ചുക്കുട്ടനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് കരച്ചിലും പിരിച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. എൻ്റെ ഇമോഷൻസ് ഞാൻ എടുത്തിട്ടില്ല, ചേച്ചിയുടെയും വീട്ടുകാരുടെയും മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാനാണല്ലോ ക്യാമറാമാൻ. അപ്പോൾ എൻ്റെ കിട്ടൂലല്ലോ, സ്വാഭാവികം. ഇനി ബാക്കി കാണാം.
ചേച്ചി അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുഞ്ഞുമായിട്ട് ഒന്നുകൂടെ അതിൻ്റെ അകത്തോട്ട് പോയി. കുഞ്ഞിനെയൊക്കെ കണ്ട് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ചേച്ചി അകത്തോട്ട് പോയി. നമ്മൾ നേരെ പുറത്തോട്ട് വന്നു. ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ തല ഇറങ്ങിപ്പോയി. 100 രൂപ. ഇവിടുത്തെ ഒരു സാധനങ്ങളുടെയൊക്കെ വില ഉണ്ടാവും. സുഖിയനൊക്കെ 90 രൂപ, ബജ്ജിക്ക് 120 രൂപ. അയ്യോ, പിന്നെ നമ്മൾ അതൊന്നും മേടിച്ചില്ല. ജസ്റ്റ് കണ്ടു, തല ഇറങ്ങി തിരിച്ചു പോന്നു. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്, ആരും മിസ് ചെയ്യരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് കണ്ട് നോക്കുക. താങ്ക്